എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗോട്ടിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിജയുടെ പടം ഇപ്പോൾ ഇന്ന് റിലീസായി. ഒരു 4:15 ഷോ ഉണ്ടായിരുന്നു. നമ്മളൊരു 7 മണിയുടെ ഷോയ്ക്കാണ് പോയത്. Guys, this is a new assignment. അപ്പോൾ ഞാനിവിടെ ഒരു കാഞ്ഞാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രഹ്മകുളം എന്ന് പറഞ്ഞ തിയേറ്റർ, നമ്മൾ ചെറുപ്പം തൊട്ട് സിനിമ കാണുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ അവിടെയാണ് പോയത്. പക്ഷേ അവിടെ ആളുകൾ കുറവായിരുന്നുണ്ട്. കാരണം ഒരുപാട് സ്ഥലത്ത് ഷോകളുണ്ടല്ലോ. ഓൾറെഡി 4:15 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫാൻ ഷോയ്ക്കൊക്കെ ഒരുപാട് പേര് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായി പോയതുകൊണ്ട് ഇവിടെ ആളുകൾ ഇത്തിരി കുറവായിരുന്നു. എന്നാലും അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു 4/5 കൊടുക്കുന്നുണ്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇഴകീറി പരിശോധിച്ചിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ളൊരു റിവ്യൂ ഒന്നല്ല. ഞാൻ അത്ര വലിയ റിവ്യൂവർ ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നോർമൽ ഒരു ഓഡിയൻസ് ആയിട്ടാണ് അതിനെ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ട്രെയിനിലുള്ളൊരു സ്റ്റണ്ട് പോലെയാണ്. നമ്മളൊരു ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു മരുഭൂമിക്കൂടെ ഒരു ട്രെയിൻ പോകുന്നു, അതിനെ ചേസ് ചെയ്തിട്ട് സ്റ്റണ്ട്, അങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പിലാണ് ഇതിലും തുടങ്ങുന്നത്. പിന്നെ വിജയുടെ ഒരു ഇൻട്രോ ഉണ്ട്. ആ ഒരു സ്റ്റണ്ടിലാണ് വിജയ് ഇൻട്രോ ആവുന്നത്. പക്ഷേ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഇപ്പം വിജയുടെ മുൻപത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസ് മസാല എൻട്രിയൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഒരു സ്റ്റണ്ടിൻ്റെ ഇടയ്ക്കാണ് ഇൻട്രോ ആവുന്നത്. ഭയങ്കര മാസ് എൻട്രി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇൻട്രോ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വിജയുടെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു രക്ഷകൻ ക്യാരക്ടറൊക്കെ ആയിട്ട് വരുന്നതാണല്ലോ സാധാരണ സിനിമകളിൽ. ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അവിടേക്ക് ഒരു രക്ഷകനായിട്ട് വിജയ് വരുന്നു, അവരാ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനത്തെ ഒരു സ്റ്റൈലല്ല ഈ ഒരു മൂവി പോകുന്നത്. ഈ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തുപ്പാക്കി, അതുപോലെ തന്നെ ബീസ്റ്റിൻ്റെ ഒക്കെ കുറേ ക്യാരക്ടറുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ജോണറിലാണ് ഈ പടം പോകുന്നത്. ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ സ്റ്റോറീനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പഴയ ഇന്ത്യൻ സിനിമകളിലൊക്കെ ഉള്ളൊരു സ്റ്റോറീനെ എടുത്തിട്ട് പുതിയ കുറച്ച് ബൈക്ക് സ്റ്റണ്ടും അതുപോലെ ആക്ഷനുകളൊക്കെ കയറ്റി വിജയുടെ ആ ഒരു ക്യൂട്ട്നെസ്സും മാനറിസംസൊക്കെ ഇട്ടിട്ട് കുറച്ച് എൻ്റർടൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു സ്റ്റോറി, അങ്ങനത്തെ ഒരു മൂവിയാണിത്. അതുപോലെ വിജയുടെ സിനിമകളിൽ എപ്പോഴും പാട്ടുകൾ, ഒരുപാട് പാട്ടുകളുണ്ടാവും. ചിലപ്പോൾ ഒരു 6-7 പാട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ കുറേ അധികം ഡാൻസ് നമ്പേഴ്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ പറയുകയാണെങ്കിൽ അധികം പാട്ടുകളൊന്നിട്ട് നമ്മളെ വെറുപ്പിച്ചിട്ടില്ല. ഒരു 4 പാട്ടുകളൊക്കെയാണ് ഉള്ളത്. അതിൽ തന്നെ ഡാൻസിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്ക്, അതുപോലെ മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് വരുന്നുള്ളൂ. പിന്നെ 2 പാട്ടുകളാണ് പിന്നെ അധികമായിട്ടുള്ളത്. അതിലും പിന്നെ കൂടുതലും ഫാമിലിയുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെയാണ് അതിലും കാണിക്കുന്നത്. പിന്നെ കുറച്ച് ബൈക്ക് സ്റ്റണ്ട്, അതുപോലെ ആക്ഷൻ സീക്വൻസുകൾ, അങ്ങനെയൊക്കെയാണ് പിന്നെയും സിനിമയിൽ എൻ്റർടൈനിങ് ആയിട്ട് വരുന്നത്. പിന്നെ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ കോമഡി, അതുപോലെ തന്നെ ആക്ഷൻ, പിന്നെ ഫാമിലി ആയിട്ടുള്ള ലൈറ്റ് മൊമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് എൻ്റർടൈനിങ് ആയിട്ട് പോവാണ്. ഒന്നും ടെൻഷൻ ആകാതെ. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்லை, காந்தியை நினச்சி தான் டென்ஷன். இப்போல்லாம் அலோஃபா சுற்றிட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்லை. இனிமே சத்தியமா குடிக்கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமாக இருக்கு. சில்லி வுமன். പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേനും പിന്നെ സ്റ്റണ്ടുകൾ, അതുപോലെ തന്നെ സ്റ്റണ്ടുകൾ കുറച്ചും കൂടെ കൂടുതൽ സ്റ്റണ്ടുകൾ വരും. അതുപോലെ സർപ്രൈസിങ് ആയിട്ടുള്ള കുറേ ട്വിസ്റ്റുകളുണ്ട്. പിന്നെ കുറേ ഫാമിലി ആയിട്ടുള്ള ഇമോഷൻ സീക്വൻസുകളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു വരാണ്. അതുപോലെ ഒരു ക്രിക്കറ്റിൻ്റെ, അതായത് CSKയുടെ ഒരു കുറച്ച് സീക്വൻസുകൾ, അതുപോലെ ഒരു സ്റ്റേഡിയത്തിൽ എടുക്കുന്നത്, അത് നമുക്ക് അന്ന് നമ്മുടെ വിജയ് ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് ആ സ്റ്റേഡിയത്തിലൊരു വലിയ ഫാൻ മീറ്റപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫാൻസൊക്കെ വന്ന് പിന്നെ വിജയ് അവരെ അഡ്രസ്സ് ചെയ്യലും കാര്യങ്ങളൊക്കെ, ആ ഒരു സീക്വൻസുകളൊക്കെ കാണാം. ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലുള്ള കുറേ ക്ലൈമാക്സ് സീനുകളൊക്കെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുള്ളത്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ അജ്മൽ അമീർ നല്ലൊരു വേഷമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ സിനിമയിൽ. പിന്നെ നമ്മുടെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 4 പാട്ടുകളേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ BGM ഒക്കെ ഒരുവിധം കൊള്ളാവുന്ന ഒരു പടമാണ്. പിന്നെ എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാകുന്നത് മറ്റേ വിജയുടെ ഫേസുകൾ, പ്രായം കുറഞ്ഞിട്ടുള്ള ഫേസുകളെ പറ്റിയായിരിക്കും. അതിലിപ്പം പറയാനാണെങ്കിൽ 4 ടൈപ്പ് ഫേസ് കാണിക്കുന്നുണ്ട്. അതായത് ദേവ സിനിമയിൽ ഒരു 95ലൊക്കെ ദേവ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിലുണ്ടായിരുന്നൊരു ഫേസ്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോഴത്തെ ഒരു ഫേസ്, പിന്നെ ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രായം കുറച്ചിട്ടുള്ള ഒരു ഫേസ്. ഇല്ലപ്പാ,
യു ആർ ഇൻ ഡേഞ്ചർ. ഫേസ് അത് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒരു ക്ലീൻ ഷേവും അതുപോലെ പിന്നെ മീശയൊക്കെ വെച്ചിട്ടുള്ള മറ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടിൽ ഡാൻസ് ചെയ്യുന്ന ആ ഒരു ഫിഗർ. പിന്നെ പ്രായം ഫേസിൽ മാത്രമാണ് നമുക്കത് മാറ്റങ്ങളുള്ളൂ. പിന്നെ ബാക്കി കൈയുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു നമുക്കറിയാൻ പറ്റില്ല. ആ ഫേസ് മാത്രമാണ് അവർ അതിലൊരു ചേഞ്ച് മെയിനായിട്ട് വരുത്തിയുള്ളൂ. പിന്നെ കുറച്ച് സ്റ്റൈലുകൾ, ഡ്രസ്സിങ് സ്റ്റൈലുകൾ കുറച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ കൈയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ അറിയാൻ പറ്റും. പിന്നെ പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു തിയേറ്റർ വാച്ച് പടം തന്നെയാണ്. നമുക്ക് ടി വിയിൽ കാണുമ്പോൾ അത്ര ഫീൽ കിട്ടുന്ന പറയാൻ പറ്റില്ല. കാരണം വലിയൊരു സ്ക്രീനിൽ അതിൻ്റെ സൗണ്ട് എഫക്റ്റൊക്കെ ആയിട്ട് കാണേണ്ട ഒരു പടം തന്നെയാണത്. പിന്നെ ഒരുപാട് തിയേറ്ററുകളിൽ ഒരുപാട് ഷോകളൊക്കെ ഓൾറെഡി കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ഷോകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അടുത്ത ആഴ്ച ഓണത്തിൻ്റെ ഇനി മലയാളം പടങ്ങളൊക്കെ വരാനിരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ പടങ്ങളൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഇതിൻ്റെ ഷോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഷോസ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരാഴ്ചയിൽ തന്നെ കാണാനുള്ളവർ കണ്ടു തീർക്കുക. പിന്നെ ബാക്കിയുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിൻ സെൻറ്ററുകളിലേക്ക് പടം മാറാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. കാരണം ഒരുപാട് ഷോകൾ വേൾഡ് വൈഡ് ആയിട്ടുണ്ടല്ലോ. വിജയുടെ ക്യൂട്ട്നെസ്, സ്വാഗ്, അവൻ്റെ മാനറിസം, അവൻ്റെ ഒരു ചാമ്, അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാവുന്നതാണ്. പിന്നെ യോഗി ബാബുവിൻ്റെ കുറച്ച് കോമഡികളുണ്ട്. പേര് ഗാന്ധി എന്നോ, വിജയുടെ പേര് ഗാന്ധി, അപ്പോൾ പുള്ളിയുടെ പേര് സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോയോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ഫണ്ണി ആയിട്ടുള്ള കുറേ മൂമെൻറ്റ്സുകളുണ്ട്. പിന്നെ വിജയുടെ തന്നെ കുറേ കോമഡികളുണ്ട്. പിന്നെ പഴയ ഗില്ലിയിലെ മറ്റേ മരുതമലൈ മാമനിയേ മുരുകയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആ ഒരു സീനുകളൊക്കെ നമുക്ക് ആ പഴയ വിജയുടെ ആ സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ കുറേശ്ശെയായിട്ട് സിനിമയിൽ ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട്. വിജയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീനുണ്ട്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, നീ എന്താ ക്രിഞ്ച് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഫണ്ണി ആയിട്ടുള്ള കുറേ മൂമെൻറ്റ്സ് ഉണ്ട് നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ വരുന്നത്. പിന്നെ ഞാനിപ്പം ഇവിടെ മലയാളികളുടെ ഇടയ്ക്കിരുന്ന് സിനിമ കണ്ടപ്പോൾ ചിലതൊക്കെ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായിട്ട് കുറച്ചൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് ആസ്വദിച്ചിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കൂടെയുള്ളവരുടെ കയ്യിൽ നിന്ന് ചില റെസ്പോൺസ് കിട്ടിയില്ല. അപ്പോൾ ചിലർക്ക് മലയാളികൾക്ക് ആ കോമഡികളൊന്നും വർക്കായിട്ടില്ലെന്ന് തോന്നുന്നു, ചില കോമഡികൾ. അപ്പം പടം എനിക്ക് കുറച്ചും കൂടെ വർക്കൗട്ടായി, കുറച്ചും കൂടെ എനിക്ക് തമിഴ് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് കൂടെ ഇരിക്കുന്നവർക്ക് ചിലർക്കൊക്കെ അത് ഇത്ര കിട്ടിയതായിട്ട് തോന്നിയില്ല. അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ അഭിപ്രായം ഞാൻ 4 ആണ് കൊടുക്കുന്നത്, 5ൽ 4 കൊടുക്കും. മറ്റുള്ളവരെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പടം ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ കാണാം. നിങ്ങളുടെ കമൻറ്റ്സ് താഴെ ഇടാം. എത്രയാണ് നിങ്ങൾ അതിന് റിവ്യൂ കൊടുക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. அடிச்சு ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion.